ഉന്നതനേ വന്ദിതനേ ഏറ്റവും സ്തുത്യനേ വന്നിടുന്നു കുമ്പിടുന്നു അർപ്പിക്കുന്നു സ്തുതികൾ രാജാധിരാജന് ഉന്നതനേ വന്ദിതനേ ഏറ്റവും സ്തുത്യനേ വന്നിടുന്നു കുമ്പിടുന്നു അർപ്പിക്കുന്നു സ്തുതികൾ രാജാധിരാജന്. സുഭാഷിതം. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. When Simon Peter saw it, he fell down at Jesus' knees, saying, Depart from me, for I am a sinful man, O Lord. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ശീമോൻ പത്രോസിന് ഇങ്ങനെ ഒരു മാനസാന്തരം ഉണ്ടാകുവാനുള്ളതിന്റെ കാരണം എന്താണെന്ന് 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ സംഭവം മനസ്സിലാക്കാം. യേശു കർത്താവ് ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുകയായിരുന്നു. ഈ തടാകത്തെയാണ് ഗലീല കടലെന്നും തിബരിയാസ് കടലെന്നും അറിയപ്പെട്ടിരുന്നത്. അവിടെ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് യേശുവിനെ തിക്കിക്കൊണ്ടിരുന്നു. ജനക്കൂട്ടം വളരെ വലുതായിരുന്നതിനാൽ അവിടെ കരയ്ക്കടുത്ത് നിന്നിരുന്ന ശീമോന്റെ പടകിൽ കയറി യേശു ദൈവജനത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ യേശു ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി എന്ന് എഴുതിയിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന പടക് 2 മുങ്ങുമാറാവോളം മത്സ്യം കൊണ്ട് നിറച്ചു. ഇത് കണ്ടിട്ടാണ് ശിമോൻ പത്രോസ് യേശുവിന്റെ കാൽക്കൽ വീണത്. യേശുവിന്റെ ഉപദേശങ്ങളും പഠിപ്പീരുകളും ഒക്കെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നവനായിരുന്നു ശിമോൻ. രാത്രി മുഴുവൻ അധ്വാനിച്ച് ക്ഷീണിച്ച് വശം കെട്ട പത്രോസിനോട് ആഴത്തിലേക്ക് മീൻപിടുത്തത്തിനായി വലയിറക്കുവീൻ എന്ന് പറയുമ്പോൾ അവന്റെ ഉള്ള അവസ്ഥ യേശുവിനോട് പറയുന്നു, അവിടുത്തെ വാക്കിനാണ് ഞാൻ വലയിറക്കുന്നത് എന്ന്. പത്രോസിന് രാത്രി മുഴുവൻ ചെയ്യുവാൻ കഴിയാഞ്ഞത് കർത്താവിന്റെ വാക്കനുസരിച്ചപ്പോൾ ഉണ്ടായ അത്ഭുതം തനിക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. ഈ അത്ഭുതകരമായ മീൻപിടുത്തം പത്രോസിൽ ഒരു പശ്ചാത്താപ മനോഭാവം ഉളവാക്കുന്നു. യേശുവിന്റെ ശക്തിയിൽ അത്ഭുതപ്പെടുന്നു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ നിമിഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ യാതൊരു പ്രതീക്ഷയുമില്ല. എന്നാൽ യേശു കർത്താവിന്റെ വാക്കുകളിൽ വിശ്വസിച്ച് വലയിറക്കുവാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഫലപ്രാപ്തി ലഭിക്കുന്നതായി കാണുവാൻ കഴിയും. യേശുവിന്റെ ശക്തവും ആധികാരികവുമായ വചനത്തിൽ വിശ്വസിക്കുക. യേശുവിന്റെ മഹത്വവും ശക്തിയും യഥാർത്ഥമായി തിരിച്ചറിഞ്ഞ പത്രോസ് പറയുന്നു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകുന്നു, എന്നെ വിട്ട് പോയാലും. പശ്ചാത്താപത്തോടും എളിമയോടും ആരാധനയോടും കൂടെ യേശുവിന്റെ കാൽക്കൽ വീണ പത്രോസിനോട് കർത്താവ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്നാകുന്നു. പ്രതീക്ഷയറ്റ് നിരാശരായി ആരെങ്കിലും എൻ്റെ വാക്കുകളെ കേൾക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. പിന്നെ അവർ സകലവും വിട്ട് യേശുവിനെ അനുഗമിച്ചു എന്നെഴുതിയിരിക്കുന്നു. യേശുവിൽ ആശ്രയിച്ച് അവിടുത്തെ വാക്കിന് വലയിറക്കുന്ന ഓരോ വ്യക്തിയോടും കൂടെ യേശു ഉണ്ടായിരിക്കും. യേശു നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറമായി നമ്മുടെ പടക് മാത്രമല്ല, മറ്റുള്ളവരുടെ പടകുകൂടെ നിറയ്ക്കുവാൻ നമ്മെ പ്രാപ്തരാക്കും. ആകയാൽ പത്രോസിനെ പോലെ നമുക്ക് ഒരു അനുതാപം ഉണ്ടാകട്ടെ. അവിടുത്തെ വാക്കനുസരിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള പിതാവേ, അവിടുത്തെ വാക്കുകൾ അനുസരിച്ച് ഞങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. ഇത്രമേൽ സ്നേഹിപ്പാനെന്തുള്ളൂ നാഥ, ഇത്രമേൽ കരുതുവാനേതുള്ളൂ. ഇത്രമേൽ സ്നേഹിപ്പാനെന്തുള്ളൂ നാഥ,
ഇത്രമേൽ കരുതുവാനേതുള്ളൂ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ ഇത്രമേൽ കരുതുവാനേതുള്ളൂ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ ഇത്രമേൽ കരുതുവാനേതുള്ളൂ. ഇത്രമേൽ സ്നേഹിപ്പാനെന്തുള്ളൂ നാഥ, ഇത്രമേൽ കരുതുവാനേതുള്ളൂ.